So I welcome all to the new video of CDS Dravidian. സോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ NCCയുടെ സ്പെഷ്യൽ എൻട്രി ആയ 1, 2, 3 കോഴ്സിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, ഇതൊരു ഓഫീസർ ലെവൽ എൻട്രി ആയിരിക്കും. ഓക്കെ, അപ്പം ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ വേക്കൻസി നോക്കാം. മൊത്തം 70 വേക്കൻസി ഇത് വരാൻ പോകുന്നതിനകത്ത്. ഓക്കെ, പിന്നെ എന്തൊക്കെ വെച്ചാൽ ഇത് വേണ്ടതെന്ന് വെച്ചാൽ NCC സ്പെഷ്യൽ എൻട്രി സ്കീം 1, 2, 3 കോഴ്സ്, ഇതിൻ്റെ കോഴ്സ് നെയിം ആയിരിക്കും. ഇതിൻ്റെ ഏപ്രിൽ 2026 ഇതിന് നിങ്ങൾ അക്കാഡമി ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഷോർട്ട് സർവീസ് കമ്മീഷൻ NT മെയിൻ SSC NCC 1, 2, 3 കോഴ്സ് ഇൻക്ലൂഡിങ് വാർഡ് ഓഫ് ബാറ്റിൽ കാഷ്വാലിറ്റി ഓഫ് ആർമി പേഴ്സണൽസ്. പിന്നെ ഓപ്പൺ ഫോർ അൺമാരീഡ് മെയിൽ, ഇത് മെയിലുള്ളതായിരിക്കും. ഓക്കെ, എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് വെച്ചാൽ ഗ്രാജുവേഷൻ ഡിഗ്രി ആൻഡ് മിനിമം ഓഫ് B ഗ്രേഡ് ഇൻ NCC. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ B ഗ്രേഡ് എന്നത് വേണമായിരിക്കും നിങ്ങളുടെ C സർട്ടിഫിക്കറ്റിൽ NCCയുടെ. ഓക്കെ, BO അല്ലെങ്കിൽ AO നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സിയിൽ നിങ്ങളുടെ C ഗ്രേഡ് കാണല്. ഒന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് സിയിൽ BO അല്ലെങ്കിൽ പിന്നെ AO കാണാവൂ. ആൽഫ ബീറ്റ രണ്ട് കാണാം. ആൽഫ അല്ലെങ്കിൽ പിന്നെ ബ്രാവോ. പിന്നെ വേക്കൻസി വരുന്ന 70 ആയിരിക്കും. ഓക്കെ, ഏജ് പറഞ്ഞു വെച്ചാൽ 19 to 25. നിങ്ങളിപ്പം BSCയോ അല്ലെങ്കിൽ BTechോ എന്തെങ്കിലും കുഴപ്പമില്ല. എനി ടൈപ്പ് ഓഫ് ഗ്രാജുവേഷൻ ഈസ് ഓക്കെ. പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ എന്തൊക്കെയാണ് അതിൻ്റെ രീതി എന്തൊക്കെയാണെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈറ്റ് ഉണ്ടല്ലേ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ ലിങ്കിൽ പോകും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മെഡിക്കലി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എല്ലാം കുഴപ്പം വരുമോ? ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ ഈ PDF തരുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എക്സാം കാണത്തില്ല. ആദ്യം നിങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിറയ്ക്കുക. പിന്നെ നിങ്ങളുടെ കോളേജിൻ്റെ മാർക്സും അതുപോലെ തന്നെ നിങ്ങളുടെ NCCയിലെ മാർക്കും കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അവർ. അതിന് വരുന്നതാണ് നമ്മുടെ കോൾ ലെറ്റർ ഫ്രം SSB. അതിപ്പം എവിടെയാവാം, നിങ്ങളുടെ SSB ബാംഗ്ലൂർ, ഭോപ്പാൽ, ജലന്ധർ അല്ലെങ്കിൽ പിന്നെ അലഹബാദ്. ഈ കാണുന്ന മെഡിക്കൽ കഴിഞ്ഞ് നിങ്ങളതോ റെക്കമെൻഡ് ആവുകയാണെങ്കിൽ മെഡിക്കൽ കഴിഞ്ഞ് നിങ്ങളുടെ ഒരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും അവർ. അപ്പം ടോപ്പ് 70 ആയിരിക്കും അവർ നോക്കുന്നത്. ടോപ്പ് 70 നിങ്ങളുടെ പേര് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ലെറ്റർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ഡേറ്റ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ SSB ഞാൻ പറഞ്ഞില്ലായിരുന്നോ. ഓൺവാർഡ് ഓഫ് ബോൺസ് മാർക്സ് ഫോർ പെർഫോമൻസ് ഇൻ NCC ഗ്രാജുവേഷൻ. നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിങ് നിങ്ങളുടെ കോളേജിലെ മാർക്സും പ്ലസ് നിങ്ങളുടെ NCCയിലെ മാർക്ക് വെച്ചായിരിക്കും അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അത് വെച്ചാൽ നിങ്ങൾ വിളിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ഷോർട്ട് കമ്മീഷനാണ്. എന്ന് വെച്ചാൽ ഒരു പ്രീ കമ്മീഷൻ അക്കാഡമി നമ്മുടെ OT ആയിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് 49 വീക്സിൻ്റെ ഒരു ട്രെയിനിങ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറിയാണ് 56,100 പെർ മന്ത്. Your first rank will be as a lieutenant. Okay, salary on commission 17 to 18 lakh per annum. നിങ്ങൾക്ക് 1 year നിങ്ങൾക്കൊരു 17 തൊട്ട് 18 ലക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇൻക്ലൂഡിങ് ദാറ്റ് യു ഗെറ്റ് ഫ്രീ മെഡിസിൻ കവർ ആൻഡ് ദി ഹോം ടൗൺ വൺസ്. ഞാൻ പറഞ്ഞിരുന്നു ഒരു ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. The initial time is that 10 years. Like you can work in the army for the minimum 10 years. If you want to do much more, you can survive for 14 years, 4-year extent for that. പിന്നെ ഇത് വരുന്ന ആംസ് എന്തായിരിക്കും, നിങ്ങൾക്ക് ടെക് പോലെ നിങ്ങൾക്ക് പ്രത്യേകം ടെക് ബേസിൽ പോകേണ്ട ആവശ്യം പറ്റില്ല. നിങ്ങൾക്ക് ഏത് ആംസ് ആൻഡ് സർവീസിൽ പോകാൻ പറ്റും. യു ക്യാൻ ഓപ്റ്റ് ഫോർ പാരാസഫ് ഓർ ഇൻഫൻട്രി, എനി ആംസ് ഓഫ് ദി ഇന്ത്യൻ ആർമി. ഓക്കെ,
ഫസ്റ്റ് തിങ് ദാറ്റ് ഹിയർ ദാറ്റ് ദ അൺമാരിഡ് മെയിൽ ദാറ്റ് ദേ ആർ കോളിംഗ് ഫോർ ദിസ് ആപ്ലിക്കേഷൻ. പിന്നെ വരാൻ പോകുന്നതിൻ്റെ ഏജ് ഞാൻ പറഞ്ഞ പോലെ 19 തൊട്ട് 25 വരെ. ദോസ് ഹൂ ആർ ബോൺ ബിറ്റ്വീൻ 2001 to 2007 ഈ മാസം നോക്കേണ്ടി വരും നമുക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു 50% നിങ്ങൾക്ക് വേണ്ട വരും. ഓക്കെ, നിങ്ങളുടെ ഇപ്പം ആർട്സ് ആയാലും സയൻസ് ആയാലും ബിടെക് ആയാലും എന്തുമായാലും ഡസൻറ്റ് മാറ്റർ. ദേ ജസ്റ്റ് വാണ്ട് ടു ബി യു ടു ബി യുവർ ഇൻ ദ ഫൈനൽ ഇയർ ഓഫ് യുവർ ഗ്രാജുവേഷൻ ഓർ യു മസ്റ്റ് ബി ക്ലിയർഡ് യുവർ ഗ്രാജുവേഷൻ. Serving in NCC should have served for minimum 2-3 years. Application Senior Division Wing of NCC. Okay. ബാക്കി ഇതൊക്കെ അറിയാം. പിന്നെ ഇതിന് ദർ ഇസ് നോ എക്സാം ഫീസ് ഫോർ ദിസ് ആപ്ലിക്കേഷൻ. ഓക്കെ, പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ വേക്കൻസി ഇതിൻ്റെ കൂടെ വരുന്നത് വെച്ചാൽ ഫോർ വാർഡ് ഓഫ് ബാറ്റിൽ കാഷ്വാലിറ്റി ഓഫ് ദ ഇന്ത്യൻ ആർമി പേഴ്സൺസ്. ഇപ്പം നിങ്ങളുടെ ഫാദർ വല്ലതും ബാറ്റിൽ ഇപ്പം ഇതിലൊരു വോറ് പോയെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേക ഒരു വേക്കൻസി കിട്ടുന്നതായിരിക്കും. പക്ഷേ അത് കൂടുതലൊന്നും കാണത്തില്ല, കൂടിപ്പോയ ഒരു 2 അല്ലെങ്കിൽ 3 വേക്കൻസി കാണും അതിൽ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിറഞ്ഞ സമയത്ത് നിങ്ങൾക്കൊരു പ്രത്യേക ഓപ്ഷൻ അവിടെ കാണുന്നതായിരിക്കും. കണ്ട് NCC certificate is not required for wards of battle casualty. ഓക്കെ, കണ്ടില്ലേ? AAA ഇത് ബാറ്റിൽ കാഷ്വാലിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ ഇഷ്യൂഡ് ബൈ മാൻ പവർ പോളിസി പ്ലാനിംഗ് ഡയറക്ടറേറ്റ്. PMDE സർട്ടിഫിക്കേഷൻ ദാറ്റ് ദ പേരൻറ്റ് ഹാസ് ബീൻ കിൽഡ് വുഡഡ് റിപ്പോർട്ടഡ് മിസ്സിംഗ് ഇൻ ആക്ഷൻ. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പേരൻറ്റ് ഒന്നെങ്കിൽ ആ വോറിൽ മരിച്ചുപോയി കാണും, അല്ലെങ്കിൽ എന്തോ ഇഞ്ചുറി പറ്റി ആളായിരിക്കും, അല്ലെങ്കിൽ ആ ആക്ഷനിൽ മിസ് ചെയ്ത ആളായിരിക്കണം. ഓക്കെ, വേക്കൻസിയും പറഞ്ഞു തരണം. 70 വേക്കൻസി. ഓക്കെ, ഈ വട്ടം നമുക്ക് 7 വേക്കൻസി ഉണ്ട് നമുക്ക് ബാറ്റിൽ കാഷ്വാലിറ്റിക്ക്. നേരത്തെ 3 ആയിരുന്നു, ഇപ്പോൾ ഒരു കുറച്ച് കൂട്ടിയവരിപ്പം. അപ്പോൾ ഇതൊക്കെ ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഡേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അപ്ലൈ നോക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ നിങ്ങളൊരു സെപ്റ്റംബർ 1 മുമ്പ് നിങ്ങൾ പെട്ടെന്ന് ഈ ഫോം ആപ്ലിക്കേഷൻ അപ്ലൈ നോക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സബ്മിറ്റിങ് കുറച്ച് പാടായിരിക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.